ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഈദ് ഉൽ ഇത്തിഹാദിന് തന്നെയായിരിക്കും. ദേശീയ ദിനത്തോടനുബന്ധിച്ച് ലഭിക്കുന്ന അവധി ദിനങ്ങളാണല്ലോ അതിൽ പ്രധാനമെന്ന് പറയുന്നത്. 54ാമത് ദേശീയ ദിനത്തെ വരവേൽക്കാനായിട്ട് രാജ്യം വിപുലമായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞു. ഗ്ലോബൽ വില്ലേജിൽ ഒരാഴ്ച നീളുന്ന പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. നവംബർ 27 മുതൽ ഡിസംബർ 3 വരെ ആയിരിക്കും അത്. ഗ്ലോബൽ വില്ലേജ് ആകെ ഈ ദിനങ്ങളിൽ ദേശീയ പതാകയുടെ നിറമണിയും ഡിസംബർ 1 മുതൽ 3 വരെ രാത്രി 9 മണിക്ക് വർണ്ണാഭമായിട്ടുള്ള ഫയർ വർക്ക്സും നടക്കുന്നതായിരിക്കും. ഇനി ഡിസംബർ 1, 2 തീയതികളിൽ UAEയുടെ ചരിത്രമൊക്കെ വ്യക്തമാക്കുന്ന ഒരു ഡ്രോൺ ഷോയും ഗ്ലോബൽ വില്ലേജിൽ അരങ്ങേറുന്നതായിരിക്കും. അവധി ദിനങ്ങൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വാരാന്ത്യ അവധിയൊക്കെ ലഭിക്കുന്ന ആളുകൾ അതൊക്കെ കൂടിയൊക്കെ പരിഗണിച്ച് ഒരു നീണ്ട അവധി ദിനങ്ങൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ കണക്കിലെടുത്ത് പലരും യാത്രകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഏതായാലും 54ാമത് ദേശീയ ദിനത്തെ വരവേൽക്കാൻ രാജ്യം വിപുലമായി തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്ത വർഷം ദുബായിൽ എയർ ടാക്സി സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പൈലറ്റ് അടക്കം ഒരു എയർ ടാക്സി പരീക്ഷണ പറക്കൽ വിജയകരമായിട്ട് പൂർത്തിയാക്കി. പൈലറ്റോട് കൂടി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ടാക്സി വന്നിറങ്ങുന്ന ദൃശ്യം, അതിന്റെ ഫോട്ടോ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായിട്ടുള്ള ഷെയ്ഖ് ഹംദാൻ എക്സിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും ഇലക്ട്രിക് ആയിട്ടുള്ള ഈ എയർ ടാക്സികൾ പരിസ്ഥിതി സൗഹൃദം, സുരക്ഷ, വേഗം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഉന്നത നിലവാരം വാഗ്ദാനം ചെയ്യുന്നതാണ്. മണിക്കൂറിൽ 160 കിലോമീറ്റർ മുതൽ 320 കിലോമീറ്റർ വരെ സ്പീഡിലാണ് ഇവ പറക്കുക. പൈലറ്റിനെ കൂടാതെ 4 പേർക്കാണ് എയർ ടാക്സികളിൽ യാത്ര ചെയ്യാൻ സാധിക്കുക. സ്വർണ്ണവില വീണ്ടും ഉയർച്ച തുടരുകയാണ്. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 495 ദിർഹം 50 ഫിൽസിനാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ശരാശരി കണക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് 475 ദിർഹം ആയിരുന്നു. ഇനി 22 ക്യാരറ്റ് ഗ്രാമിന് വരുന്നത് 454 ദിർഹം 21 ഫിൽസും 18 ക്യാരറ്റിന് 371 ദിർഹം 63 ഫിൽസുമാണ് നിരക്കായി വരുന്നത്.